വരവേൽക്കാം, വരവേൽക്കാം, നാം വരവേൽക്കാം, യഹോവയാം ദൈവത്തെ വരവേൽക്കാം. ആഘോഷമായി ആനന്ദമായി ആർപ്പോടെ ആഹിനെ വരവേൽക്കാം, ആഘോഷമായി ആനന്ദമായി ആർപ്പോടെ ആഹിനെ വരവേൽക്കാം. പൂർവപിതാക്കന്മാർ പ്രവാചകവീരന്മാർ, പൂർവപിതാക്കന്മാർ പ്രവാചകവീരന്മാർ, അപ്പോസ്തലന്മാരൊപ്പം യഹോവയെ നാം വരവേൽക്കാം, അപ്പോസ്തലന്മാരൊപ്പം യഹോവയെ നാം വരവേൽക്കാം, വരവേൽക്കാം, നാം വരവേൽക്കാം, യഹോവയാം ദൈവത്തെ വരവേൽക്കാം. സ്തുതിച്ചിടാം, നാം സ്തുതിച്ചിടാം, യഹോവയെ വാഴ്ത്തി സ്തുതിച്ചിടാം, സ്തുതിച്ചിടാം, നാം സ്തുതിച്ചിടാം, യഹോവയെ വാഴ്ത്തി സ്തുതിച്ചിടാം. സ്വർഗീയ ദൂതന്മാരൊപ്പം യഹോവയെ നാം സ്തുതിച്ചിടാം, സ്വർഗീയ ദൂതന്മാരൊപ്പം യഹോവയെ നാം സ്തുതിച്ചിടാം. പൂർവപിതാക്കന്മാർ പ്രവാചകവീരന്മാർ, പൂർവപിതാക്കന്മാർ പ്രവാചകവീരന്മാർ, അപ്പോസ്തലന്മാരൊപ്പം യഹോവയെ നാം വരവേൽക്കാം, അപ്പോസ്തലന്മാരൊപ്പം യഹോവയെ നാം വരവേൽക്കാം, വരവേൽക്കാം, നാം വരവേൽക്കാം, യഹോവയാം ദൈവത്തെ വരവേൽക്കാം. ആരാധിക്കാം, നാം ആരാധിക്കാം, യഹോവയാം ദൈവത്തെ ആരാധിക്കാം, ആരാധിക്കാം, നാം ആരാധിക്കാം, യഹോവയാം ദൈവത്തെ ആരാധിക്കാം. വന്ദിച്ചിടാം, വാഴ്ത്തിടാം, യഹോവയെ നാം ആരാധിക്കാം, വന്ദിച്ചിടാം, വാഴ്ത്തിടാം, യഹോവയെ നാം ആരാധിക്കാം. പൂർവപിതാക്കന്മാർ പ്രവാചകവീരന്മാർ, പൂർവപിതാക്കന്മാർ പ്രവാചകവീരന്മാർ, അപ്പോസ്തലന്മാരൊപ്പം യഹോവയെ നാം വരവേൽക്കാം, അപ്പോസ്തലന്മാരൊപ്പം യഹോവയെ നാം വരവേൽക്കാം, വരവേൽക്കാം, നാം വരവേൽക്കാം, യഹോവയാം ദൈവത്തെ വരവേൽക്കാം. സ്തുതിച്ചിടാം, നാം സ്തുതിച്ചിടാം, യഹോവയെ വാഴ്ത്തി സ്തുതിച്ചിടാം, സ്തുതിച്ചിടാം, നാം സ്തുതിച്ചിടാം, യഹോവയെ വാഴ്ത്തി സ്തുതിച്ചിടാം. സ്വർഗീയ ദൂതന്മാരൊപ്പം യഹോവയെ നാം സ്തുതിച്ചിടാം, സ്വർഗീയ ദൂതന്മാരൊപ്പം യഹോവയെ നാം സ്തുതിച്ചിടാം. പൂർവപിതാക്കന്മാർ പ്രവാചകവീരന്മാർ, പൂർവപിതാക്കന്മാർ പ്രവാചകവീരന്മാർ, അപ്പോസ്തലന്മാരൊപ്പം യഹോവയെ നാം വരവേൽക്കാം, അപ്പോസ്തലന്മാരൊപ്പം യഹോവയെ നാം വരവേൽക്കാം, വരവേൽക്കാം, നാം വരവേൽക്കാം, യഹോവയാം ദൈവത്തെ വരവേൽക്കാം. ആരാധിക്കാം, നാം ആരാധിക്കാം, യഹോവയാം ദൈവത്തെ ആരാധിക്കാം, ആരാധിക്കാം, നാം ആരാധിക്കാം, യഹോവയാം ദൈവത്തെ ആരാധിക്കാം. വന്ദിച്ചിടാം, വാഴ്ത്തിടാം, യഹോവയെ നാം ആരാധിക്കാം, വന്ദിച്ചിടാം, വാഴ്ത്തിടാം, യഹോവയെ നാം ആരാധിക്കാം. പൂർവപിതാക്കന്മാർ പ്രവാചകവീരന്മാർ,
ആഘോഷമായി ആനന്ദമായി ആർപ്പോടെ ആഹിനെ വരവേൽക്കാം. ആഘോഷമായി ആനന്ദമായി ആർപ്പോടെ ആഹിനെ വരവേൽക്കാം. പൂർവപിതാക്കന്മാർ പ്രവാചക വീരന്മാർ, പൂർവപിതാക്കന്മാർ പ്രവാചക വീരന്മാർ, അപ്പോസ്തലന്മാരൊപ്പം യഹോവയെ നാം വരവേൽക്കാം. അപ്പോസ്തലന്മാരൊപ്പം യഹോവയെ നാം വരവേൽക്കാം. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഒരു ത്രിദിന ഉപവാസ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മോട് 2016 അവസാന ദിവസങ്ങളിൽ ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്, നീ എവിടെയാണ്? You have come the last days of 2016, and God has given us a great opportunity to be in a fasting prayer. This is a question which you have to answer. ഇപ്രകാരം തിരുവചനത്തിൽ അനേകരോട് ദൈവം ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. തങ്ങൾ എവിടെയാണെന്ന് അനേകരെ ദൈവം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ചോദ്യത്തിന് മുൻപിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സർവവും സമർപ്പിച്ച ജീവിതത്തിൻ്റെ എല്ലാവിധമായ ലക്ഷ്യങ്ങളും മാറ്റി പുതിയ ലക്ഷ്യത്തിലേക്കും പുതിയ ദർശനത്തിലേക്കും പുതിയ പ്രവർത്തനങ്ങളിലേക്കും വന്ന അനേകരെ തിരുവചനത്തിൽ കാണുവാൻ കഴിയും. എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും ഈ ഒരു മാറ്റമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. We find many in the scriptures encountering the same question. God giving them an opportunity to find where they are, to realize where they are. And we find many had taken that opportunity to change themselves and start a new life with God, making a new decision for God, taking a new step for the kingdom of the Almighty God. So it's very important that you answer this question, and it's very important that your answers are satisfactory before the Almighty God. We are in the presence of somebody, not the human beings, but the Almighty God, who knows our thoughts and imaginations, who knows our hearts more than anybody in this world or the next world. So when we answer this question, we truly have to answer it where we are. നാം എവിടെയാണെന്ന് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ പറയേണ്ടിയിരിക്കുന്നു. മനുഷ്യരെ പറഞ്ഞ് കബളിപ്പിക്കുവാൻ സാധിക്കും, പക്ഷേ ദൈവത്തെ കബളിപ്പിക്കുവാൻ സാധ്യമല്ല. എൻ്റെ നിങ്ങളുടെ ആത്മീയ യാത്രയിൽ നാം എവിടെയാണ് നിൽക്കുന്നതെന്ന് ഒരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ പുതിയ ലക്ഷ്യത്തിലേക്കും പുതിയ മാർഗത്തിലേക്കും പുതിയ പാതയിലേക്കും പോകുവാൻ സാധ്യമാകുകയുള്ളൂ. We should know where we are. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 4 വാക്യത്തിൽ ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. We find a man in Luke chapter 19 verse 4. അവിടെ നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയും, അതിനാൽ അവൻ മുൻപോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി, എന്തെന്നാൽ യേശു അതുവഴി വരികയായിരുന്നു. യെസ്.
And he climbed up into a sycamore tree to see him, to see him. for he was to pass that way. He was to pass that way. ഇവിടെ ഒരു മനുഷ്യൻ, അവൻ എവിടെയാണ്? കാട്ടത്തിയുടെ മുകളിലിരിക്കുകയാണ്. We find a man who is on the top of a sycamore tree. എന്തിനു വേണ്ടിയാണ് അവൻ അവിടെ ഇരുന്നത്? അവൻ യേശുവിനെ കാണണം. യേശുവിനെ കാണുവാൻ വേണ്ടിയിട്ട് അവൻ കാട്ടത്തിമേൽ കയറിയിരിക്കുകയാണ്. ആരാണിവൻ? Could you read 2 and 3? There's a man named Zacchaeus, The man named Zacchaeus, which was the chief among the publicans, which was the chief among publicans. and he was rich. And he was rich. And he sought to see Jesus, And he sought to see Jesus, who he was, whom he was, and could not for the press, and could not for the press. because he was little of stature. That's enough. Yeah. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു ആരെന്ന് കാണുവാൻ ശ്രമിച്ചു. ഉയരം കുറവായതിനാൽ ജനക്കൂട്ടത്തിനൊന്നും നിമിത്തം അവനെ അടുത്തെത്തുവാൻ കഴിഞ്ഞില്ല. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ സമൂഹത്തിൽ അധികാരമുള്ള ഒരു മനുഷ്യൻ, ചുങ്കക്കാരിൽ പ്രധാനിയായ മനുഷ്യനാണ്, സ്ഥാനമാനമുള്ള ഒരു മനുഷ്യനാണ്, ധനികനായ മനുഷ്യനാണ്. He's a rich man. He has got a very high position. He's a very high official because he is the chief among tax collectors. And he wanted to see who Jesus was. That's it. He did not believe in Jesus, or he did not want the salvation of Jesus. No. He just wanted to see who Jesus is. യേശു ആരാണെന്ന് അറിയണം. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അനേകരും ഈ ഒരു മനോഭാവത്തോടു കൂടിയാണ് ഒരുപക്ഷെ ഇത് കാണുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലരെങ്കിലും എങ്ങനെയാണ് ഉപവാസം നടക്കുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നറിയണം, കാണണം. സക്കായിക്ക് യേശുവിൽ വിശ്വാസമില്ലായിരുന്നു. യേശു ലോകരക്ഷിതാവെന്നുള്ള വിശ്വാസമില്ലായിരുന്നു. യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും വിശ്വാസമില്ലായിരുന്നു. പക്ഷേ യേശു ആരെന്ന് കാണും. ഇത് ഇന്ന് അനേകരുടേതായിട്ടുള്ള അനുഭവമാണ്. യേശുവിനെ കാണാൻ വേണ്ടി പലയിടങ്ങളിലേക്ക് ഓടി നടക്കുന്ന അനേകരെ എനിക്ക് കാണുവാൻ കഴിയും. ആത്മീയ ജീവിതത്തിൽ ഞാൻ 3 കൂട്ടരെയാണ് കാണുന്നത്. ഒന്ന്, ആത്മീയ മുഖം മൂടി ധരിച്ചുകൊണ്ട് മറ്റ് ദൈവങ്ങളെ ആശ്രയിക്കുന്നത്. പറയുമ്പോൾ ദൈവത്തിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്, എല്ലാം ദൈവത്തിൻ്റെ കാര്യമാണ്. പക്ഷെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഒരിക്കലും ഒരു ഷോർട്ട് കട്ടില്ല, പെട്ടെന്ന് ദൈവം പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ദൈവങ്ങളെ ആശ്രയിക്കും. എന്നിട്ട് ഭക്തിയുടെ മുഖം മൂടി ധരിച്ച് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഇപ്രകാരമുള്ള ശുശ്രൂഷകളിൽ ആരാധനകളിലൊക്കെ സംബന്ധിക്കും. You see, they got other gods with them, and they have not bothered to completely wait upon the Lord. They want shortcuts. തങ്ങളുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ മറ്റ് ദൈവങ്ങളെ ആശ്രയിച്ചിട്ട് ഭക്തിയുടെ മുഖം മൂടി ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അങ്ങനെയുള്ളവരെ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് പേരെ കാണാറുണ്ട്. പലപ്പോഴും ഈ കുട്ടുദൈവങ്ങളെ ഞാൻ പിടിക്കാറുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു കുട്ടുദൈവം എൻ്റെ അടുക്കൽ വന്ന് പെട്ടു. ഞാൻ എന്തിനാണ് നീ ഇവിടെ വന്നത്? അയ്യോ, ഞാൻ ഇന്നാരുടെ കൂടെ വന്നതാ. അവൻ വലിയ ദൈവത്തിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്, ശരി തന്നെ. പക്ഷെ ഇവിടെ വന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ബ്രദർ ആരാണെന്ന്. ഞാൻ വന്ന് പെട്ടുപോയി. എപ്പോഴും പറയുമ്പോൾ ദൈവത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, പക്ഷേ സേവിക്കുന്നത് മറ്റൊരു ദൈവത്തെ. ഇസ്രായേൽ മക്കളുടെ പാപമായിരുന്നു അത്.
ഇസ്രായേൽ മക്കൾ ദൈവത്തെ ആരാധിച്ചിരുന്നു, യഹോവയ്ക്ക് യാഗമർപ്പിച്ചിരുന്നു, അതിമനോഹരമായ ദേവാലയം പണിതു. ആരാധന അർപ്പിക്കുമ്പോൾ തന്നെ അവർ ബാലിന് ധൂപം കാട്ടുമായിരുന്നു, അന്യദൈവങ്ങളെ ആരാധിക്കുമായിരുന്നു, തങ്ങളുടെ കുഞ്ഞുങ്ങളെ മൊലോഖോവിന് ബലി കഴിക്കുമായിരുന്നു. See, they used to have human sacrifices. They used to have sacrifices. They used to offer their children as burnt sacrifices for pagan gods. They worship other gods for quick replies. And they come saying that they worship the Almighty God. We find the temple of Jerusalem was destroyed by God himself. Why? Because there was no honesty in their worship. They say that they are worshiping God, but they are not worshiping. ഇത് ആദ്യത്തെ കൂട്ടർ. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞാൽ യേശുവിനെ കാണണം, യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട്, അതിനിങ്ങനെ കൂട്ടായ്മകൾ തോറും ഓടിപ്പോകുന്ന അവസ്ഥ. അതായത് ഇവിടെ നിന്ന് വന്നു, ശരി ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന് കളയാം, യേശുവിനെ കാണാൻ പറ്റുമെന്ന്. യേശുവിനെ കാണാൻ പറ്റുന്നില്ല. ഉടൻ തന്നെ അടുത്ത ആഴ്ച വേറൊരിടത്തൊരു ധ്യാനമുണ്ട്, ഉടനെ ധ്യാനത്തിന് ചാടിപ്പോവുക, അവിടെ പോയി യേശുവിനെ കാണാൻ പോവുക. പിന്നെ വേറെ കഴിയുമ്പോഴത്തേക്കും പള്ളിയിലൊരു ധ്യാനമുണ്ട്, അവിടെ പോയി ഒരു സുപ്രസിദ്ധനായ അച്ഛനാണ് വരുന്നത്, അവിടെ പോയിരിക്കുക യേശുവിനെ കാണാൻ. പ്രിയമുള്ളവരെ, നിനക്കൊരിക്കലും യേശുവിനെ കാണാൻ കഴിയുകയില്ല. കാരണം ഒന്നും ചോദിച്ചാൽ യേശുവിനെ കണ്ടെത്തുന്നത് കൂട്ടായ്മകൾ തോറും ചാടി പോയിട്ടല്ല. യേശുവിനെ കണ്ടെത്താൻ ചില നിബന്ധനകളുണ്ട്, അതിന് വ്യക്തമായ ചില നിയമങ്ങളുണ്ട്. നീ എവിടൊക്കെ കടന്നു പോയാലും യേശുവിനെ കണ്ടെത്താൻ കഴിയണമെങ്കിൽ നിനക്ക് നിന്റെ ജീവിതത്തിലൊരു മാറ്റം ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നവരാണ് രണ്ടാമത്തെ കൂട്ടർ. ഓരോ കൂട്ടായ്മ തോറും കയറി കുറച്ചാളൊരു 4 മാസം 6 മാസം ഒരു കൂട്ടായ്മ പോവും. അവിടെ ചെന്ന് പറയുന്ന കാര്യമൊന്നും സാധിക്കത്തില്ല. ഉടൻ തന്നെ ആരെങ്കിലും പറയും മറ്റിടത്തൊരു പ്രാർത്ഥനക്കാരുണ്ട്, ഉടനെ അങ്ങോട്ട് ഓടി പോവും. അവിടെ ചെന്ന് 5-6 മാസം നിൽക്കും. അവിടെ നിൽക്കുമ്പോൾ അവിടെയും കാര്യം സാധിക്കത്തില്ല, പിന്നെ പോവും. ഇങ്ങനെയുള്ള അവസ്ഥകൾ. പിന്നെ ചിലരുണ്ട് മൂന്നാമത്തെ കൂട്ടർ, കൂട്ടായ്മയും വേണം, അതെ ഇവിടെ വരും, ഉപവാസമൊക്കെ പങ്കെടുക്കും, എന്നിട്ട് സൗകര്യപൂർവ്വം ബാക്കിയുള്ള കാര്യത്തിലൊക്കെ വിസ്മരിച്ച് ബാക്കിയുള്ള ധ്യാനങ്ങൾ, പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കരമായി മുൻപോട്ട് പോകും. ഒക്കെ നല്ല കാര്യങ്ങളാണ്. യേശുവിനെ കണ്ടെത്താൻ കഴിയണമെങ്കിൽ, യേശുവിനെ ജീവിതത്തിൽ അനുഭവമാക്കാൻ കഴിയണമെങ്കിൽ ഇപ്രകാരമുള്ള കാട്ടത്തികളിൽ നിന്ന് താഴെ ഇറങ്ങണം. കാട്ടത്തികൾ കയറിയിരുന്നുകൊണ്ട് യേശുവിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ കഴിയുകയില്ല. കാരണം നിന്റെ ജീവിതത്തിൽ താഴെ ഇറങ്ങാതെ ഒരു രൂപാന്തരം. ചിലരുടെ ശുശ്രൂഷ വരും, ബ്രദർ പ്രാർത്ഥിച്ചാൽ മതി. അതേസമയത്ത് വല്ലവരും വിളിച്ചു പറഞ്ഞാൽ പറയും അങ്ങ് പ്രാർത്ഥിച്ചോ, കൊന്ത പ്രാർത്ഥിച്ചോ. അപ്പം 10 പ്രാവശ്യം പറഞ്ഞ് 25 പ്രാവശ്യം പ്രാർത്ഥിച്ചോ, ഉടനെ എല്ലാം അങ്ങ് ശരിയാവും. കൂട്ടായ്മ എന്താ പറയുന്നത്? അയ്യോ ബ്രദർ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, എൻ്റെ എല്ലാ കാര്യം മാറും, എല്ലാവരുടെയും കാര്യം മാറും. പ്രിയമുള്ളവരെ, ആത്മീയ ശുശ്രൂഷ എന്ന് പറഞ്ഞത് ഇറ്റ്സ് എ വൺ മാസ്റ്റർ ഡോഗ്. അതെൻ്റെ അനുഭവം. ശുശ്രൂഷ പിടിച്ചു നിൽക്കുക, പറ്റി നിൽക്കുക. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദർ ഇസ് ഡിസിപ്ലിൻ ദെയർ. അച്ചടക്കമുണ്ട്, പെരുമാറ്റ ചട്ടമുണ്ട്. അത് യേശുവിൻ്റെ സാന്നിധ്യത്തിൽ വരുന്ന എല്ലാവർക്കും ഉണ്ട്. സ്നേഹത്തിൻ്റെ പൊയ്മുഖം കാട്ടിക്കൊണ്ട് ആത്മീയമായിട്ട് എന്തെങ്കിലും നേടാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ തെറ്റാണ്. ശുശ്രൂഷയിൽ കടന്നു വരും, വളരെ സ്നേഹഭാവം കാണിക്കും, പക്ഷേ ഹൃദയമോ വളരെ വിദൂരത്താണ്. അങ്ങനെയുള്ളൊരു കൂട്ടുണ്ട്. എല്ലാം ശുശ്രൂഷയാണ്, എല്ലാം കാണണം. എങ്ങനെ ബ്രദറിന് പഴയ കൃപയുണ്ടോ? ഈ പറഞ്ഞൊക്കെ സത്യമാണോ? ഇവിടൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നു. എങ്ങനെയാണ്? ഇരിക്കാൻ സ്ഥലമുണ്ടോ? കുടിക്കാൻ വെള്ളമുണ്ടോ? ഇതെന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ അറിയാനും വന്നവരുണ്ട്. അങ്ങനെ TV ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നവരും കമ്പ്യൂട്ടർ ഓൺ ചെയ്തിരിക്കുന്നവരുമുണ്ട്. ഇതെല്ലാം പരസ്യമായ കാര്യം, ഒരു രഹസ്യവുമില്ല. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ എത്രയോ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം കാണാൻ വളരെ വിശാലമായിട്ടുള്ള കാര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം എങ്ങനെയുണ്ടെന്ന് അറിയാനാണ് നിങ്ങൾ വന്നതെങ്കിൽ കണ്ടുകൊള്ളുക. പക്ഷേ ബാക്കിയുള്ള കാര്യം കൂടെ നിങ്ങൾ അറിയണം. എങ്ങനെയാണ് ധനവാനായ ചുങ്കക്കാരനായ സഖായി യേശുവിനെ കണ്ടെത്തിയത്?
അപ്പോൾ ഈ ആഗ്രഹം നല്ലതാണ്. ചുങ്കക്കാരനായ സക്കായിയെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഈ ആഗ്രഹം ഉളവായി എന്ന് പറയുവാൻ സാധിക്കുന്നില്ല. യേശുവിനെ കണ്ടെത്തുന്ന അത്ര എളുപ്പമായ കാര്യമായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, അന്നത്തെ സമൂഹത്തിന് ഇവനെ ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുകയില്ല. He was a tax collector. The people did not like him at all because they were all treacherous people, looting the people, siding the Roman government. So they could not appreciate the tax collectors. So he could not see Jesus among the people. He cannot go inside because he was a short man. കുറിയവനാണ്. ജനങ്ങളുടെ ഇടയിലൂടെ കടന്ന് യേശുവിനെ കാണാൻ സാധ്യമല്ല. പക്ഷേ കാണണമെന്നുള്ള അത്യധികമായ ആഗ്രഹമാണ്. ആ ആഗ്രഹമാണ് അവിടെ വലുതായിട്ടുള്ളത്. അതിനെന്ത് വില കൊടുത്തു യേശുവിനെ കാണണം? അത് ഞാൻ വിലമതിക്കുന്നു. അവൻ മുൻപോട്ട് ഓടി. ധനികനായ ഒരു മനുഷ്യൻ ഒരു മരത്തേൽ കയറി ഇരിക്കുന്നത് നാട്ടുകാർ കണ്ടാൽ ഇതിനേക്കാളൊക്കെ വഷളായ കാര്യമാണ്. അതുകൊണ്ട് യേശു വരുന്നതിന് വളരെ മുൻപ് തന്നെ അവൻ ഓടി. യേശു ആ സ്ഥാനത്തെത്തുമ്പോൾ ആളുകൾ ഇങ്ങനെ കടന്നു പോകുന്ന ആരും കാണുകയില്ല. അവന് നല്ല വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. തനിക്ക് യേശുവിനെ കാണാം, പക്ഷെ യേശു തന്നെ കാണുകയില്ല. യേശു മുൻപോട്ട് പോകുമ്പോൾ ഒരിക്കലും മാനത്തോട്ട് നോക്കി പോവുകയില്ല. യേശു താഴേക്ക് നോക്കി മുൻപോട്ടാണ് പോകുന്നത്. അപ്പോൾ യേശുവിന് തന്നെ കാണാൻ സാധ്യമല്ല, തനിക്ക് യേശുവിനെ കാണാം. മനുഷ്യരാരും അവനെ കാണുകയില്ല. He wanted to make sure that he see Jesus. At the same time, he did not want Jesus to see him. That's what happened. He went, climbed the sycamore tree. And it's a long wait. യേശുവിനെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പ്രതീക്ഷയോടെ യേശുവിനെ കണ്ടെത്തുവാൻ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ കാണുന്നത്. Where are you? On the sycamore tree. കാട്ടത്തിയുടെ മേൽ കയറിയിരിക്കുകയാണ്, യേശുവിനെ കാണുന്നു. That's the first part. നമ്മൾ അനേകര് ഇന്ന് അപ്രകാരം യേശുവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചു വന്നവരാണ്. ഓരോരോ കാട്ടത്തികളിൽ കയറിയിരിക്കുകയാണ്. എന്തായാലും ഒന്ന് കണ്ടു കളയാം. ഉപവാസ പ്രാർത്ഥനയാണെന്നല്ലേ പറഞ്ഞത്. എങ്ങനെ ഇതൊക്കെ നടക്കുന്നു, ഇവിടെ എന്ത് നടക്കും, എങ്ങനെ നടക്കും, എപ്പോൾ നടക്കും, അതൊക്കെ ഒന്ന് അറിയാനായിട്ട് വന്നവരുണ്ടാവും. നമ്മൾ സക്കായുടെ കൂട്ടത്തിലുള്ളവരാണ്. വേറായും ഇപ്രകാരമുള്ള ചിന്തയുടെ കാട്ടത്തികളിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് യേശു ആരെന്ന് കാണും. പലപ്പോഴും നമുക്കും യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ട്. അനേകരോട് ചോദിക്കാറുള്ളൊരു ചോദ്യം, യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സക്കായിയെ പോലെ യേശുവിനെ കാണുവാൻ എത്രമാത്രം മുൻപോട്ട് പോയിട്ടുണ്ട്? പ്രതിബന്ധങ്ങളെ വകവെക്കാതെ മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നെ പല സഹോദരങ്ങൾ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ അപ്ലൈ ചെയ്തു, പക്ഷേ ലീവ് കിട്ടിയില്ല, പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്നതുകൊണ്ട് വന്നില്ല. ശരി, ദാറ്റ്സ് ഫൈൻ. അത് താങ്കളും ദൈവമായിട്ട് തീർക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ലീവ് കിട്ടാത്ത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ സ്ഥലം നിലവിളിച്ച് ലീവ് പിടിച്ചു വാങ്ങിയ അവസ്ഥയുണ്ട്. പക്ഷേ ഇന്ന് ദൈവം പുതിയ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ തന്ന് സന്തോഷം തരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഏതാണ്ടൊക്കെയോ സാധിച്ചു എന്നുള്ള ചിന്തയാണ്. പഴയ തീഷ്ണത ഇല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ തീഷ്ണതയോടെ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ യേശുവിനെ കാണണം എന്നുള്ള വലിയ ആഗ്രഹമാണ് സക്കായിക്കുണ്ടായത്. അതിന് ഏത് പ്രതിബന്ധത്തെയും തരണം ചെയ്യാൻ അവൻ തയ്യാറായിരുന്നു. അവൻ അതിവേഗത്തിൽ ഓടി, അവൻ മുൻപോട്ട് പോയി, ആരോടും പറയാതെ, ആരും കാണാതെ അവൻ ആ കാട്ടത്തിൽ കയറി.
എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഇപ്രകാരമാണോ നമ്മുടെ അവസ്ഥ? അനേകരിവിടെ കടന്നു വന്നിരിക്കുന്നത് ആ ആവേശത്തോടു കൂടിയാണ്, പല പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ്. യേശുവിനെ കാണണം. അതെ, ഞാൻ പണ്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. യേശുവിനെ കാണണം നിങ്ങൾ, കാണണം യേശുവിനെ കാണണം നിങ്ങൾ, യേശുവിനെ കാണണം, യേശുവിനെ കേൾക്കണം നിങ്ങൾ, യേശുവിനെ കേൾക്കണം, യേശുവിനെ കേൾക്കണം നിങ്ങൾ, യേശുവിനെ കേൾക്കണം. യേശു നിന്നെ വിളിക്കുന്നു, യേശുവിനരികെ വന്ന്, യേശു നിന്നെ കൈവിടില്ല, യേശു നിന്നെ കാത്തുരക്ഷിക്കും, നിത്യം കാത്തുരക്ഷിക്കും, നിന്നെ കാത്തുരക്ഷിക്കും. യേശുവിനെ കാണണം നിങ്ങൾ, യേശുവിനെ കാണണം, യേശുവിനെ കേൾക്കണം നിങ്ങൾ, യേശുവിനെ കേൾക്കണം. അവിടെ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവസ്ഥയിൽ യേശു യെരൂശലേമിലേക്ക് നടന്നു പോവുകയാണ്. സക്കായിരുന്ന കാട്ടത്തിന്റെ ചുവട്ടിൽ വന്നപ്പോൾ അപ്രതീക്ഷിതമായി യേശു സക്കായിയെ നോക്കുകയാണ്. തന്നെ കാണുവാൻ ആഗ്രഹിച്ചു വരുന്ന ഒരു വ്യക്തിയെ യേശുവിനറിയാം. യേശു അവനെ നോക്കി. ഒന്നാമത്തെ കാര്യം, യേശുവിനെ കാണാൻ വന്നതാണ്, യേശു കാണണ്ട എന്നുള്ള ആഗ്രഹത്തോട് വന്നതാണ്, യേശു കാണുമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, യേശുവിനെ പേര് ചൊല്ലി വിളിക്കുകയാണ്. യേശുവിനെ കാണാൻ വന്നു, ഇന്ന് യേശുവിനെ അവൻ കേൾക്കുകയാണ്. യേശുവിനെ പേര് ചൊല്ലി വിളിക്കുന്നു. എന്താ പറഞ്ഞത്? സക്കായിയെ വേഗം ഇറങ്ങുക. വായിച്ചാട്ടെ. യെസ്, മുകളിലേക്ക് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങുക, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നവനോട് പറഞ്ഞു. And when Jesus came to the place, he looked up and saw him and said unto him, Zacchaeus, make haste and come down, for today I must abide at thy house. അപ്രതീക്ഷിതമായ കാര്യമാണ്. ഒന്ന്, അവനെ വ്യക്തിപരമായിട്ട് യേശുവിനറിയാം. സക്കായിയെ വേഗം ഇറങ്ങി. സാക്കസ് കം ഡൗൺ. പതുക്കെയൊന്നുമല്ല, മേക്ക് ഹേസ്റ്റ്, വേഗത്തിൽ ഇറങ്ങി വരണം. പിന്നെ എന്ത് വേണം? ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ, he makes a declaration, I want to stay in your house. Can you ever expect that? യേശുവിന് ഇന്ന് സക്കായിയുടെ വീട്ടിൽ പാർക്കുവാൻ ആഗ്രഹമുണ്ട്. യേശുവിനെ കാത്തിരിക്കുന്ന ആ വ്യക്തി, യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, യേശുവിനോട് തന്റെ പാപഭാരങ്ങളുമായിട്ട് എങ്ങനെ കണ്ടുമുട്ടും എന്നുള്ള ഭയത്താലായിരിക്കും ഒരു പക്ഷെ അവനിരുന്നത്. അവനോടാണ് യേശു പറയുന്നത്, വേഗം ഇറങ്ങി. എത്രയോ പേര് കൂടുണ്ട്, തിക്കി തിരക്കി ഒരുപാട് ശിഷ്യന്മാരുണ്ട്, അനേക ആയിരങ്ങളാണ് യേശുവിനെ യാത്രയിൽ അനുഗമിക്കുന്നത്. അവരുടെ ആരുടെയും വീട്ടിൽ അന്തി ഉറങ്ങുവാൻ യേശു ആഗ്രഹിച്ചില്ല. പിന്നെയോ സമൂഹം വെറുതിരുന്ന പാപങ്ങളിൽ ആണ്ടുകിടന്ന ഒരു മനുഷ്യനുണ്ട്. അവൻ പറയുകയാണ്, വേഗം ഇറങ്ങുക. തന്നെ കാണുവാനുള്ള ആഗ്രഹം കൊണ്ട് ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിലൊരു മാറ്റത്തിന് വേണ്ടി അവൻ പരിശ്രമിക്കുമ്പോൾ യേശു പറയുകയാണ്, വേഗം ഇറങ്ങുക, ഞാൻ നിന്റെ കൂടെ എവിടെ പാർക്കണം? ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ
പാർക്കേണ്ടതാണ്. അതെ, എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ യേശുവിനെന്ന് ഇപ്രകാരമുള്ള കാട്ടത്തികൾ മേരിക്കുന്നവരോട് പറയാനുള്ള കാര്യം, അവരെ പേര് ചൊല്ലി വിളിക്കുകയാണ്. വരൂ, എനിക്കിന്ന് നിങ്ങളോട് പാർക്കുവാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ വീടുകളിലേക്ക് വരുവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നീ ആയിരിക്കുന്ന കാട്ടത്തിൽ നിന്ന് താഴെ ഇറങ്ങണം. യേശുവിനെ കാണുവാൻ കഴിയണമെങ്കിൽ കാട്ടത്തിൽ കയറി കണ്ടു, നല്ലത്. പക്ഷെ യേശുവിൻ്റെ അടുത്തേക്ക് വരുവാൻ കഴിയണമെങ്കിൽ യേശുവിൻ്റെ വിളിയെ കേൾക്കണം. യേശുവിൻ്റെ അരികിലേക്ക് വേഗത്തിൽ സക്കായി ഇറങ്ങി വരികയാണ്. യേശു ആ വിളി സക്കായി കേട്ടു. He heard the call. 8ാമത്തെ വാക്യം വായിച്ചാട്ടെ. എന്നാൽ സക്കായി അവിടെ നിന്നു. ഇപ്പൊ വീട്ടിൽ വരണ്ട. സക്കായി അവിടെ നിന്നു. അവൻ കർത്താവിനോട്, കർത്താവ്, ഇതാ എൻ്റെ വസ്തുക്കളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. എന്തെങ്കിലും ചതിവിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. And Zacchaeus stood and said unto the Lord, Behold, Lord, the half of my goods I give to the poor. And if I have taken anything from any man by false accusation, and if I have taken anything from anybody by false accusation, I restore him fourfold. I will restore him fourfold. യേശുവിനെ അങ്ങോട്ട് വിട്ടില്ല. യേശു എൻ്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ എനിക്കൊരു മാറ്റമുണ്ടായി. ആ മാറ്റമാണ് പരമപ്രധാനമായത്. അപ്പോൾ യേശുവിനോട് പറയുകയാണ്, എൻ്റെ വസ്തുവകളിൽ പകുതി വിറ്റ് ഞാൻ ദരിദ്രർക്ക്. അതൊരു നേർച്ചയാണ് പ്രിയമുള്ളവർ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സമ്മതമാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്ത കുറ്റങ്ങളെ കുറിച്ചുള്ള ബോധ്യമാണ് അവൻ യേശുവിൻ്റെ സന്നിധിയിൽ പറയുന്നത്. മറ്റാരും യേശുവിൻ്റെ അടുക്കൽ വന്ന് അപ്രകാരം പറഞ്ഞതായിട്ട് നാം കാണുന്നില്ല. വാസ്തവമായിട്ട് യേശുവിനെ കണ്ടപ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ പാപഭംഗിലമായ വഴികളിലൂടെ ഓടി അവൻ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ അവൻ ഉപേക്ഷിക്കുവാൻ തയ്യാറായി. മറ്റൊരു ചെറുപ്പക്കാരനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. A rich young ruler came to Jesus. He wanted to follow Jesus. He asked Jesus, what should I do to have eternity? നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? കൽപ്പനകൾ ആചരിക്കണം. ഞാൻ എല്ലാ കൽപ്പനകളും ആചരിക്കുന്നുണ്ട്. യേശുവിന് വളരെ സ്നേഹമായി. ഇങ്ങനൊരു ചെറുപ്പക്കാരൻ, അതെ, എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നു എന്നൊരു ചെറുപ്പക്കാരൻ പറയുമ്പോൾ അതിലൊരുപാട് അർത്ഥങ്ങൾ അന്തർലീനമായിട്ടുണ്ട്. അത് സത്യമായിരിക്കാം. യേശു അവനെ സ്നേഹിക്കുന്നു. എന്നിട്ട് അവനോട് പറയുകയാണ്, ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. പിന്നീട് വന്ന് എന്നെ sell all what you have and give to the poor and then you come and follow me. നിനക്ക് ഒരുപാട് സമ്പത്തുണ്ട്, നീ ധനികനാണ്, അതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. പിന്നീട് വന്ന് എന്നെ അനുഗമിക്കുക. നീ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നുണ്ട്, എന്നെ അനുഗമിക്കാനുള്ള ആഗ്രഹമുണ്ട്. You follow all the commandments as I told you, as I asked you, and then come and follow me. How? After selling all your property and giving them to the poor. അപ്പോൾ പാപങ്ങളിൽ നിന്ന്, സാധുക്കളിൽ നിന്ന് ഒരുപക്ഷെ പിടിച്ചു പറിക്കുന്നതായിരിക്കാം ആ സമ്പത്ത്. ആ സമ്പത്താണ് അവനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തടങ്കൽപ്പാറയായിട്ട് നിൽക്കുന്നത്. യേശുവിനെ അനുഗമിക്കുവാൻ അവന് കഴിയണമെങ്കിൽ അവൻ്റെ മുൻപിലുള്ള തടങ്കൽപ്പാറ തകർത്ത് കളയണം. സമ്പത്തെല്ലാം വിറ്റ് കൊടുക്കുക. അവനതിന് മനസ്സില്ലായിരുന്നു. അവൻ ദുഃഖത്തോടെ മടങ്ങിപ്പോയെന്നാണ് പറയുന്നത്. ഇവിടെ സക്കായിയോട് യേശു അപ്രകാരം ആവശ്യപ്പെടുന്നില്ല. യേശുവിനെ കണ്ട മാത്രയിൽ തൻ്റെ ജീവിതത്തിൻ്റെ കുറവ് എവിടെയാണ് സക്കായി മനസ്സിലാക്കി. യേശു ആരെന്ന് കാണുവാൻ വന്നതാണ്, അല്ല യേശുവിൻ്റെ പിന്നാലെ പോകുവാനോ യേശു അവൻ്റെ വീട്ടിൽ ചെല്ലുമെന്ന് പ്രതീക്ഷിച്ചിട്ടോ ഒന്നുമല്ല വന്നത്. He just wanted to see Jesus. യേശുവിനെ കണ്ട മാത്രയിൽ അവൻ്റെ ഇരുളഞ്ഞ ജീവിതത്തിൽ വെളിച്ചം വീശി
അവൻ്റെ പാപബോധത്തെക്കുറിച്ച്, പാപങ്ങളെക്കുറിച്ച് ഒരു ബോധം വന്നു. അവൻ ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കുകയാണ്, നേർച്ച നേരുകയാണ്. മാത്രമല്ല, എന്താ നേർച്ച എന്ന് പറയുന്നത്? ദശാംശം കൊടുക്കലല്ല നേർച്ച, മനസ്സിലാക്കണം. ടൈതിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം മേക്കിംഗ് വോws. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. 10 ദൈവത്തിന് കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ നിയമമാണ്, കൽപ്പനയാണ്. അത് വല്ലവൻ്റെ മോട്ടിച്ചോട്ട് കൊടുക്കുന്നത്, അതിൻ്റെ 10 കൊടുക്കുന്നതല്ല 10. നീ അധ്വാനിച്ച്, നീ സമ്പാദിച്ച്, സത്യമായും കൃത്യമായും വ്യക്തമായും സത്യസന്ധതയോടെ നേടുന്നതിന് 10 ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് ദൈവത്തിന് പ്രസാദിക്കുന്നത്. അല്ല, കണ്ടവൻ്റെ ഒക്കെ കട്ടും മോട്ടിച്ചിട്ട് അതിൻ്റെ 10 ദൈവത്തിനുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിൻ്റെ വീട്ടിൽ ശാപമാണ്. കാരണം അതിൻ്റെ അനേകരുടെ കണ്ണുനീരിൻ്റെ മുതൽ അതിൻ്റെ കയ്യിലുള്ളത്. ഓർത്തോളൂ, ദശാംശം കൊണ്ടുവരുന്നത്. നീ അധ്വാനിച്ച് സത്യസന്ധമായ ആ സത്യസന്ധതയുടെ ആകത്തുകയുടെ 10 ദൈവം ആവശ്യമായിരിക്കുന്നത്. കൊടുത്തു. പക്ഷേ നേർച്ച വ്യത്യസ്തതയാണ്. ബാക്കിയുള്ള 90% നിന്ന് 10% ദൈവത്തിന് കൊടുക്കഴിഞ്ഞാൽ 90% നിനക്കുണ്ട്. നിന്റെ സ്വാതന്ത്ര്യത്തിന് ഉപയോഗിക്കാൻ ദൈവം ആരെയും നേർച്ച ചേരാനായിട്ട് പ്രേരിപ്പിക്കുന്നില്ല. പക്ഷെ നിന്റെ ദൈവത്തിന് വേണ്ടി നീ പ്രവർത്തിക്കുമ്പോൾ, നിന്റെ ദൈവം ചെയ്ത ഉപകാരത്തിനായിട്ട് നന്ദിയോടെ, നന്ദി സൂചകമായിട്ട് നീ ദൈവത്തിന് നേർച്ചകൾ അർപ്പിക്കുമ്പോൾ, ദൈവം ആ 90% നിന്നാണ് നേർച്ചകൾ സ്വീകരിക്കുന്നത്. ദൈവത്തിൻ്റെ 10 നിന്ന് ആരും നേർച്ചകൾ നേരരുത്. അത് നേർച്ചയല്ല. അത് നേർന്നാലും ഇല്ലെങ്കിലും 10 ദൈവത്തിനുള്ളതാണ്. ഞാനത് ചില കാര്യങ്ങൾ ചിലരോട് ചോദിക്കുന്നതുകൊണ്ട് വ്യക്തമാക്കുകയാണ്. അതെ, നേർന്നു. തിരുവചനം പഠിപ്പിക്കുന്നത് നേരുകയും നിവർത്തിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടൊക്കെ നേർച്ചകൾ നേരും. പക്ഷേ അത് പ്രാവർത്തികമാക്കുവാൻ വളരെ പ്രയാസമാണ്. യാക്കോബ് ഒന്നുമില്ലാത്തവനായി, ജ്യേഷ്ഠ സഹോദരൻ അവനെ കൊല്ലുവാനായിട്ട് തക്കം പാർത്ത് നിന്നപ്പോൾ അവൻ വീട് വിട്ടോടി. അവൻ ബഥേലിൽ വന്നൊരു നേർച്ച നേർന്നു. നീ എന്നെ സുരക്ഷിതമായിട്ട് മടക്കി വരുത്തുകയാണെങ്കിൽ ഞാൻ രക്ത ചുരുക്കം അങ്ങ് പറയുകയാണ്, ഞാൻ നേടുന്നതിൻ്റെ ഒക്കെ 10 നിനക്ക് നൽകാം. നേർച്ച നേർന്ന് കിടന്നുറങ്ങി. ആ രാത്രി സ്വർഗത്തിൽ നിന്ന് ഗോവണി ഇറങ്ങി ബഥേൽ. അവിടെ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറി ഇറങ്ങി. അവൻ ആ ദർശനവുമായിട്ട് അവൻ പോവുകയാണ്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ഭാര്യമാര്, മക്കള്, വൻപിച്ച സമ്പത്ത്, അതിലെല്ലാം ഉപരിയായിട്ട് ജ്യേഷ്ഠ സഹോദരൻ്റെ നിന്നുള്ള ആപത്തുകളും അപകടങ്ങളൊക്കെയും മാറ്റിക്കളഞ്ഞ് ദൈവം അവനെ മടക്കി വരുത്തിയപ്പോൾ അവൻ ചെയ്യേണ്ടത് ബഥേലിൽ പോയി ദൈവത്തിൻ്റെ നേർച്ച നിവർത്തിക്കുക. ജീവിതത്തിൽ സമ്പന്നതയും സമ്പാദ്യവും മക്കളും എല്ലാമായി തികഞ്ഞപ്പോൾ യാക്കോബ് 10-25 കൊല്ലം മുൻപ് നേർന്ന നേർച്ച മറന്നുപോയി. അവൻ നേരെ പോയത് ശേഖേമിലേക്കാണ്. ശേഖേമിൽ ചെന്നു. അവിടെ അവൻ്റെ ഏകപുത്രി വഷളാക്കപ്പെട്ടു. മക്കൾ കൊലപാതകളായി തീർന്നു. ദുഃഖത്തോടെ, നാണക്കേടോടുകൂടിയാണ് തിരിച്ച് അവൻ നേർന്ന ബഥേലിലേക്ക് വരുന്നത്. എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നേർച്ചകൾ നേരുന്നത് സൂക്ഷിച്ചു വേണം. നേർച്ചകൾ ദൈവത്തിന് കൊടുക്കാനുള്ളതാണ്. ആ നേർച്ചകൾ പൂർത്തീകരിക്കുവാൻ കഴിയാതെ വരുമ്പോൾ സങ്കടത്തോടെ നേർച്ചകൾ കഴിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് ആവശ്യം പോലെ ചെലവഴിക്കുന്നതിന് ഒരു ലോഭവുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ലെങ്കിൽ അവിടെയാണ് പാപം. ഇവിടെ Zacchaeus knew he has no holiness in him. He wanted to make himself holy. If Jesus has to come to your house, and if it should be a blessing, you should remove all the traces of sin from you. That's what he said. I will sell and give half of my goods to the poor. And if I have taken anything unlawfully,
I will return fourfold. 4 ഇരട്ടി പകരം നൽകാം. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. What did Jesus say? യേശു അവനോട്, അബ്രാഹാമിന്റെ മകൻ, അതെ, ഈ വീടിന് രക്ഷ വന്ന് എപ്പോഴാണ്? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. യേശു വീട്ടിൽ വന്നോണ്ടാവും. എപ്പോഴാ വീട്ടിൽ രക്ഷപ്പെടണമെന്ന് യേശു പറഞ്ഞത്? യേശു വീട്ടിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. He want to come to your house, but he expected you to do the next thing. What is that? To remove all traces of sin from your house. യേശു വീട്ടിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് അനേകർ യേശുവിനെ വീട്ടിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ പാപത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് സംഗതികൾ വീട്ടിലുണ്ട്. You want to take Jesus to your house. You're fasting. Is there any trace of sin in your life? Is there any trace of sin in your household? You must remember. Unless you remove that, there will not be any blessing. You will not bring a blessing to your family, to your household, means to your children. You're not going to take a blessing. You see? And Jesus says, you have brought salvation to your household. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നു. എപ്പോഴാണ്? അനീതിയുടെ സമ്പാദ്യം അവൻ മാറ്റിക്കളഞ്ഞപ്പോൾ ആ ഭവനത്തിന് രക്ഷ വന്നു. അനീതി ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റുമ്പോൾ, അന്യായമായി സമ്പാദിച്ചത് തിരിച്ചു കൊടുക്കുമ്പോൾ, ജീവിതത്തിൽ മറ്റുള്ളവന്റെ കണ്ണുനീരിന് വേണ്ടി പ്രവർത്തിച്ച കണ്ണുനീരിന്റെ പ്രവർത്തികൾ ഉണ്ടായത് മാറ്റുമ്പോഴാണ് നിന്റെ തലമുറയ്ക്ക് രക്ഷയുണ്ടാകുന്നത്. ഓർത്തോളണം. നീ അല്ലാതെ എന്തെല്ലാം കെട്ടിപ്പൊക്കിയാലും നിന്റെ തലമുറ അനുഭവിക്കുകയില്ല. Many are struggling to have so much greed, grab. Oh, in some or other try to trick people and take money. Your children will never have anything of that. Zacchaeus brought salvation to his house when he removed everything. Every trace of sin. He said, half of my property I'm going to give. Jesus never looked at any account. Half of my property I'm going to the poor. I'm going to give to the poor. എൻ്റെ ജീവിതത്തിൻ്റെ പകുതി ഞാൻ, അല്ലെങ്കിൽ എൻ്റെ സമ്പാദത്തിൻ്റെ പകുതി കൊടുക്കണം. മാത്രമല്ല, അന്യായമായി എന്തെങ്കിലും സമ്പാദിച്ചുകൊണ്ട്, അന്യായം, ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നിൻ്റെ ജീവിതത്തിൽ അന്യായമുണ്ടോ? ഈ അന്യായം നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാതെ നിനക്ക് ഒരിക്കലും രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല. ഈ അന്യായം എവിടെയെല്ലാമാണ്. മറ്റുള്ളവരുടെ സമ്പാദ്യം പിടിച്ചു പിടിക്കുന്നത് മാത്രമല്ല, നിന്നെ ദൈവം ആക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ നീ അന്യായമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറയ്ക്ക് ഒരിക്കലും അത് അനുഗ്രഹമാവുകയില്ല. Remember that. God has put you in a ministry. If there is wickedness there, അന്യായമായിട്ട് നിന്നെ ആക്കി വച്ചിരിക്കുന്ന എന്തിനാ? ദൈവത്തിൻ്റെ വേല ചെയ്യാൻ ആ ശുശ്രൂഷയിൽ. അത് മറന്ന് ലോകത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങൾ വളർത്തുവാൻ, ലോകത്തിൻ്റെതായിട്ടുള്ള സമ്പാദ്യങ്ങളും സ്ഥാനമാനങ്ങളും ലാക്കാക്കിക്കൊണ്ട് നീ ദൈവം തന്ന പദവിയെ ദുരുപയോഗപ്പെടുത്തിയാൽ നിന്റെ മുൻപിലുള്ളത് ഒരിക്കലും അനുഗ്രഹമല്ല. നിന്റെ തലമുറയ്ക്ക് നീ സമ്പാദിക്കുന്നത് ഒരിക്കലും അനുഗ്രഹമല്ല. നീ എവിടെയാണ്? Where are you? You have to find out for yourself. If you feel that you are on the sycamore tree, come down, just like Zacchaeus. Come down and tell Jesus, these are my sins in my life. I want Jesus, I want you to come to me. He's calling you by name. നിന്നെ പേര് ചൊല്ലി വിളിക്കുകയാണ്. വേഗം ഇറങ്ങുക, യേശു കാത്തു നിൽക്കുകയാണ്. നമ്മുടെ തലയിൽ ഉണക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം എവിടെയാണ്? ദൈവത്തെ അനുസരിക്കുവാൻ കഴിയാതെ ലോകത്തിൻ്റെ വ്യാമോഹങ്ങളിൽപ്പെട്ട് പിശാചിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയെ നിരസിച്ച് വൃക്ഷഫലം തിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിയാതെ ഒളിച്ചിരിക്കുന്ന ആദാമിനെ പോലെയാണോ നീ ഇവിടെ നിൽക്കുന്നത്? ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടപ്പോഴാണ് അവർ ആ പഴം തിന്നുവാനിടയായത്. ആ വിശ്വാസം നഷ്ടപ്പെട്ടാണ് അനുസരണക്കേടിലേക്ക് അവർ വഴിതെളിച്ചത്. ദൈവത്തെ പോലെ ആകുവാനുള്ള മോഹമാണ്
ആ പഴം തിന്നുവാൻ അവളെ പ്രേരിപ്പിച്ചത്. ലോകത്തിൻ്റെ സമ്പത്തിനെയും ലോകത്തിൻ്റെതായുള്ള സ്ഥാനമാനത്തെയും മോഹിക്കുന്ന അനേകരുണ്ട്. ദൈവത്തിൻ്റെ വേലയിൽ ദൈവം ആക്കി വച്ചിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വയൽ പ്രതിഷ്ഠിതം ആക്കി വച്ചിരിക്കുമ്പോൾ അതിനെ മറന്ന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, മഹിമയ്ക്ക് വേണ്ടി മറ്റുള്ള മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോകുന്ന അനേകരെ ഞാൻ എൻ്റെ ശുശ്രൂഷ കാണുന്നുണ്ട്. അപകടമാണ്. ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാവലാണ്. ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, ഉണരുമ്പോഴൊക്കെയും എൻ്റെ കാവലാണ്. ആ തോട്ടം വിട്ട് നീ മറ്റൊരു തോട്ടത്തിലേക്ക് ഓടിപ്പോകുമ്പോൾ എൻ്റെ കാവൽ നഷ്ടപ്പെടുകയാണ്. ഏത് തോട്ടത്തിൽ നിന്ന് ദൈവം ആദാമിനോട് ചോദിക്കുകയാണ്, നീ എവിടെയാണ്? ഞാൻ വിളിച്ചിരിക്കുകയാണ്. ഈ പകൽക്കാലം എവിടെയാണ് നീ ഒന്ന് കണ്ടുപിടിക്കുമോ? ജീവിതത്തിലെ പാപത്തിൻ്റെതായിട്ടുള്ള വഴികളിലൊക്കെയും ഓടി, നിൻ്റെ ജീവിതത്തിൻ്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവമില്ലാതെ ഓടി ഓടി അവസാനം പലയിടത്ത് പോയിട്ടും സമാധാനമില്ലാതെ, ജീവിതയാത്രയിൽ നിന്ന് ലക്ഷ്യമില്ലാതെയാണോ നീ ഇവിടെ ഇരിക്കുന്നത്? എങ്കിൽ യേശു നിന്നെ വിളിക്കുന്നു. യേശു ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു. നീ നഷ്ടപ്പെട്ടു പോകാൻ ഇതൊക്കെ പറഞ്ഞത്. നീ തിരിഞ്ഞു വരണം, നീ മാനസാന്തരപ്പെടണം. ദൈവത്തിൻ്റെ വയലിൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്, യേശുവിന് എന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ട് യേശു വിളിക്കുകയാണ്, മകനെ, മകളെ, വേഗം ഇറങ്ങിവ. എനിക്ക് നിൻ്റെ വീട്ടിൽ വരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നീ ഇവിടെ ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. നിൻ്റെ വീട്ടിലേക്ക് വരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ എന്നെ തടസ്സമാകരുത്. ആ പാപങ്ങൾ എന്നേക്കുമായിട്ട് ഇവിടെ ഏറ്റുപറഞ്ഞ് വീക്ഷിക്കുക. ഒരിക്കലും യേശു അതിനെക്കുറിച്ച് പിന്നീട് നിന്നോട് ചോദിക്കുകയില്ല. ഒരിക്കലായി ക്ഷമിച്ച പാപങ്ങൾ ഒരിക്കലും ദൈവം ചോദിക്കുകയില്ല. യേശുവിൻ്റെ അടുക്കൽ സമ്മതിക്കുക, തിരുത്തുക. നിൻ്റെ ഭവനത്തിന്, നിൻ്റെ തലമുറയ്ക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ലോകത്തിൻ്റെ നിക്ഷേപങ്ങൾ സഖായി തകർത്ത് കളഞ്ഞപ്പോൾ അവന് സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ യേശു നൽകുകയാണ്. വസ്തുവിൻ്റെ പകുതി വിറ്റുപോയി ദരിദ്രർക്ക് കൊടുക്കുകയാണ്. ബാക്കിയുള്ളതിൻ്റെ അന്യായമായ സംബന്ധിച്ച് 4 ഇരട്ടി മടക്കി കൊടുക്കുകയാണ്. അവന് ബാക്കി നിൽക്കുന്ന ഒരു ചെറിയ സമ്പാദ്യമാണ്, പക്ഷെ അവന് സ്വർഗത്തിൽ വലിയ നിക്ഷേപമാണ് ഉണ്ടായത്. എൻ്റെ നിങ്ങളുടെ ആത്മജീവിതത്തിൽ നമ്മുടെ പാപങ്ങളുടെ കൂമ്പാരങ്ങൾ എന്നേക്കൊണ്ട് ഇവിടെ ഉപേക്ഷിച്ച് യേശുവിൻ്റെ അരികിലേക്ക് വരികയാണെങ്കിൽ, ആ വിളി കേൾക്കുകയാണെങ്കിൽ, സക്കായ പ്രകാരം അവൻ്റെ ഭവനത്തിന്, അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും രക്ഷ വരുത്തിയോ, അപ്രകാരമുള്ള രക്ഷ നിൻ്റെ മക്കൾക്ക് സമ്മാനിക്കുവാൻ, നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കുവാൻ, നിൻ്റെ കുടുംബത്തിന് സമ്മാനിക്കുവാൻ നിന്നെ എടുത്ത് ഉപയോഗിക്കും. പക്ഷെ നിന്നെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. ലോകത്തിൻ്റെ കാപട്യങ്ങൾ വിശ്വസിച്ച് നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നുവെങ്കിൽ, നീ ശുശ്രൂഷ തള്ളിപ്പറഞ്ഞിരിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവം ഒരിക്കലും ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഒരു കാര്യം മാത്രം, നീ ഇറങ്ങി വരണം. കാട്ടത്തിയുടെ മുകളിൽ വെച്ചല്ല ദൈവം സക്കായി അനുഗ്രഹിക്കുന്നത്. താഴെ ഇറങ്ങി വരണം. താഴേക്ക് ഇറങ്ങി വരൂ, യേശുവിൻ്റെ അടുത്തേക്ക് വരിക. എന്നിട്ട് യേശുവിനോട് പറയും, യേശു, ഇതാണ് എൻ്റെ അവസ്ഥ, എന്നോട് ക്ഷമിക്കണം. നിന്നോടൊപ്പം അവൻ യേശുവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരും. ആ വലിയ ഭാഗ്യാവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിക്കട്ടെ. ചില നിമിഷങ്ങൾ മൗനമായി ധ്യാനിക്കുവാൻ ഞാൻ തരികയാണ്. I just give you a few moments for you to meditate, very few moments to look. I just want you to see Jesus just looking up at you and calling you by name. Come down. Whatever is your sycamore tree, it's your wealth or pride or whatever sin you are in, come down from there. Jesus is calling you. He wants you to come down. Coming down means coming near Jesus. He wants you to be near him. He wants
to come to your households. He wants you to go with you. He wants to go with you. Can you come down? തങ്ങളായിരുന്ന കാട്ടത്തിൽ നിന്ന് ഇറങ്ങി അവിടുത്തെ ചാരത്തേക്ക് കടന്നു വന്ന അവരുടെ ജീവിതത്തിൻ്റെ പ്രതിബന്ധങ്ങളായിരുന്ന പാപങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് അങ്ങേ അവരുടെ ഭവനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തക്കോണം തീരുമാനിച്ച് അവിടുത്തോട് സംസാരിച്ചിരിക്കുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ കർത്താവ് മക്കളുടെ സഹായിച്ച് അനുഗ്രഹിക്കണം. അവിടുത്തെ നാമമഹത്വത്തിനാണ് പ്രവർത്തിപ്പാൻ സഹായിക്കണം. യേശു അവരുടെ കൂടെ ഈ ഉപവാസത്തിന് കടന്നു പോകണം. അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകണം. അവരുടെ തലമുറയ്ക്ക് അനുഗ്രഹമായിരിക്കണം. അതേ പിതാവേ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇവന് അബ്രാഹാമിൻ്റെ മകനായിരിക്കാൻ ഈ ഭവനത്തിന് രക്ഷ വന്നുവെന്ന് സക്കായോട് പറഞ്ഞ പ്രകാരം മകളെ നീ വന്നിരിക്കുന്നത് കൊണ്ട്, മകനെ നീ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് കൊണ്ട് നിൻ്റെ ഭവനത്തിൻ്റെ രക്ഷയുമായിട്ട് നീ ഇന്ന് കടന്നു പോവുക എന്നുള്ള ശബ്ദം ഓരോരുത്തർക്കും കേൾക്കുവാൻ തുടർന്നും അങ്ങ് സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ വിശ്രമിക്കട്ടെ. നിൻ്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് യേശു അതിൽ അപേക്ഷിക്കുന്നു. Spirit of the Lord moves in my heart. I will sing like David sang. When the Spirit of the Lord moves in my heart, I will sing like David sang. I will sing, I will sing, I will sing like David sang. I will sing, I will sing, I will sing like David sang. When the Spirit of the Lord moves in my heart, I will shout and praise the Lord. When the Spirit of the Lord moves in my heart, I will shout and praise the Lord. I will shout, I will shout, I will shout and praise the Lord. I will shout, I will shout, I will shout and praise the Lord. When the Spirit of the Lord moves in my heart, I will clap and praise the Lord. When the Spirit of the Lord moves in my heart, I will clap and praise the Lord. I will clap, I will clap, I will clap and praise the Lord. I will clap, I will clap, I will clap and praise the Lord. When the Spirit of the Lord moves in my heart, I will dance like David danced. When the Spirit of the Lord moves in my heart, I will dance like David danced. I will dance, I will dance, I will dance like David danced. I will dance, I will dance, I will dance like David danced. When the Spirit of the Lord moves in my heart, I will sing like David sang. When the Spirit of the Lord moves in my heart, I will sing like David sang. I will sing, I will sing, I will sing like David sang. I will sing, I will sing, I will sing like David sang. When the Spirit of the Lord moves in my heart, I will shout and praise the Lord. Hallelujah. When the Spirit of the Lord